ഈ പകൽക്കാലത്തെ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഏവരുടെയും ബൈബിൾ 66 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് തുറക്കാം. For this morning's meditation, shall we open our Bible to Psalms 66? 66 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യം നമുക്ക് വായിക്കാം. Psalm 66 verse 16 shall we read. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. I will declare what he hath done for my soul. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. We thank the Lord for this blessed scripture portion. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. The psalmist is saying over here, I will declare what he hath done for my soul. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രാണന് വേണ്ടി ദൈവം ചിലത് ചെയ്തിട്ടുണ്ട്. Even in our personal life, the Lord has done various things pertaining our soul. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്രയോ കാര്യങ്ങൾ പ്രാണന് വേണ്ടി ചെയ്തിരിക്കുന്നു. In our life, the Lord has done many things pertaining to our soul. ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് നാം ഓർത്താൽ ദൈവസന്നിധിയിൽ എത്രത്തോളം നന്ദി കൊടുക്കണം. And if we remember the things that he has done for our soul, how much grateful shall we be? ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി കൊടുത്താൽ മതിയാകും. When we remember the goodness that the Lord has done for us, how much grateful and thankful shall we be? നമ്മുടെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തത് എന്താണ്? What has he done for our soul? മനുഷ്യന്റെ ഈ ശരീരം എന്ന് പറയുന്നത് 3 ഘടകങ്ങളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ. The mankind has been created in 3 phases. ദേഹം, ദേഹി, ആത്മാവ്. The spirit, the soul and the body. ദേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം. Body means our flesh. നമ്മുടെ ദൃശ്യമായ ശരീരത്തെയാണ് ദേഹം എന്ന് പറയുന്നത്. This visible flesh of ours is called the body. 5 ഇന്ദ്രിയങ്ങളുള്ള ഈ ശരീരം. This body which has 5 senses. അടുത്ത് ദേഹി എന്ന് പറയുകയാണ്. Nextly, it's the soul. പ്രാണൻ. That means your life. വികാരങ്ങൾ, ഇച്ഛകൾ ഒക്കെ ആണ് ഈ അല്ലെങ്കിൽ ദേഹിയിൽ അടങ്ങിയിരിക്കുന്നത്. This soul contains emotions and thoughts. അടുത്തത് ആത്മാവ്. And thirdly, the spirit. മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. Man is created with a body and a soul and a spirit. മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇത് വെറും മൺശരീരമാണ്. And if the soul departs from the body, then this is just a form of mud. ദേഹിയും ആത്മാവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. And the soul, it is connected with the spirit. അഥവാ ആത്മാവും പ്രാണനുമാണ് ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. It is the soul and the spirit that goes to the presence of God. ഈ ശരീരം ഈ ഭൂമിയിൽ കിടക്കുകയാണ്. And this body will lie down on this earth. കാരണം ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ ദേഹം എന്ന് പറയുന്ന അനുഭവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിലെ ധാതുക്കൾ കൊണ്ടാണ്. Because this body has been created by the minerals or the things that are on this world. 14 ധാതുക്കൾ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. There are more than 14 minerals in a human body. ദേഹിയും ആത്മാവും മാറ്റപ്പെട്ട ഒരു ശരീരത്തിന്റെ വില എത്രയാണ്? What is the value of a body within which there is no soul or spirit? മരണാനന്തരം അല്ലെങ്കിൽ മരിച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വില എന്ന് പറയുന്നത് ചാൾസ് മേയോ എന്ന് പറയുന്ന ആസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത് $6.40. And the value of a human body without any soul or spirit, as per the Australian scientist Charles Mayo, is worth ₹6.40. എന്നാൽ പ്രാണനും ആത്മാവും ഉണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ വില വലുതാണ്. But if there is a soul and a spirit within that body, then it is priceless. പ്രാണനും ആത്മാവും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തിന് $6.40 വിലയുള്ളൂ എന്നാണ്. When the spirit and the soul departs from that body, then that body is worth ₹6.40. 25 പൈസയുടെ പൊട്ടാസ്യം ശരീരത്തിലുണ്ട്. Because it contains 25 paise worth of potassium. ഏതാണ്ട് ₹1.75 കൊഴുപ്പ് ശരീരത്തിലുണ്ട്.
and fat worth 1.75 rupees, 20 പൈസയുടെ ഇരുമ്പ് ശരീരത്തിലുണ്ട്. and iron worth 20 paise. മാത്രമല്ല ഗന്ധകം എന്ന് പറയുന്നത്, അതായത് 20 പൈസയുടെ ഗന്ധകം ശരീരത്തിലുണ്ട്. And then there is sulfur worth 20 paise. ഈ ശരീരത്തിൽ പഞ്ചസാരയുണ്ട്, പഞ്ചസാര. And then this body contains sugar. 4 ഗ്ലാസ് ചായ ഉണ്ടാക്കാനുള്ള പഞ്ചസാരയുണ്ട്. It contains sugar worth 4 cups of tea. ചിലർക്ക് പിന്നെ കുറച്ചുകൂടെ കൂടുതൽ കാണും പഞ്ചസാര. Some would have even more. ഫോസ്ഫറസ് ഈ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. Then it contains phosphorus. 2200 തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടാക്കാനുള്ള ഫോസ്ഫറസ് ഈ ശരീരത്തിലുണ്ടെന്നാണ്. This body contains phosphorus worth 2200 matchsticks. മാത്രമല്ല ഒരു 25 പൈസയുടെ ചുണ്ണാമ്പും ഈ ശരീരത്തിലുണ്ട്. And then talc worth 25 paise. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ചാൾസ് മേയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ആത്മാവും പ്രാണനും മാറ്റപ്പെട്ട ഈ ജഡശരീരത്തിന്റെ വില. And that's what Charles Mayo said about the body which does not contain a soul or a spirit, the worth of it. എന്നാൽ ആത്മാവും പ്രാണനുമാണ് ആത്മീയ മനുഷ്യൻ. But a spiritual man is the soul and the spirit. മരണത്തോടുകൂടെ ആത്മാവും പ്രാണനും അടങ്ങിയ ആത്മീയ മനുഷ്യൻ വിശ്രാമ സ്ഥലത്തേക്ക് പോകും. By death, the spiritual man, which comprises the spirit and the soul, would go for rest. ഈ മൺമയമായ ശരീരം ഈ മണ്ണിലേക്ക് ചേരുന്നു. And this mortal body will join the earth. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. But the spirit does not perish. എന്ന് പറഞ്ഞാൽ Which means, ഭഗവത്ഗീതയിൽ പറയുന്നത്, ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത് അമ്പുകൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയാത്ത, because in Bhagavad Gita it says about this spirit, it cannot be torn off by arrows, തീക്ക് നശിപ്പിക്കുവാൻ കഴിയാത്ത, it cannot be perished by fire, വായുവിന് ശോഷിപ്പിക്കുവാൻ കഴിയാത്ത, it cannot be contained within the air, അന്തസത്താണ് ആത്മാവെന്ന് പറഞ്ഞിരിക്കുക. and that crux is called the spirit. എന്ന് പറഞ്ഞാൽ മണ്ണിലൂടെയും അല്ലെങ്കിൽ വെള്ളത്തിലൂടെയും തീയിലൂടെയും കടത്തിവിട്ടാൽ നശിക്കാത്തതാണ് ആത്മാവ്. That means even if you let it to go through the fire or the water or the earth, the spirit will not perish. അപ്പോൾ ആത്മാവും പ്രാണനും അടങ്ങിയതാണ് നമ്മുടെ ആത്മീക മനുഷ്യൻ. Therefore, our spiritual man contains the spirit and the soul. നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വിഷയം ഞാൻ വേർതിരിച്ചു പറഞ്ഞത്. And in order for you to understand, that's why I separated and said it to you. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. And that's why the psalmist says, I will declare the things that he hath done for my soul. നമ്മുടെ ആത്മാവും പ്രാണനും അടങ്ങിയ ആത്മീക മനുഷ്യന് വേണ്ടി ദൈവം ചിലത് ചെയ്തിട്ടുണ്ട്. And the Lord has done certain things pertaining our spiritual man, which comprises our spirit and our soul. എന്താണ് നമ്മുടെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്നത്? What has he done for our soul? പ്രാരംഭമായി 55-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. In the beginning, when we come to Psalms 55, we read. 55-ാം സങ്കീർത്തനം 18-ാം വാക്യം വായിക്കുമ്പോൾ Psalms 55 verse 18, when അവിടെ we read, എഴുതിയിരിക്കുന്നു, അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി എന്ന് കാണാൻ കഴിയും. there it is written, he has redeemed my soul and kept in peace. വാക്ക് മാത്രം വായിച്ചാട്ടെ. അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു സമാധാനത്തിലാക്കി. അവൻ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് എന്താണ്? And what has he done for us? സങ്കീർത്തനക്കാരൻ എല്ലാവരെയും വിളിക്കുകയാണ്. The psalmist is calling everyone, സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ. come and hear, all ye that fear God. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതാ ഞാൻ വിവരിക്കാം. I will declare what he hath done for my soul. എന്താണ് അവൻ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്? What has he done for our soul? അവൻ നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. He hath delivered my soul and kept it in peace. ഓ, നമ്മുടെ ജീവിതത്തെ സമാധാനത്തിലാക്കി എന്നുള്ളതാണ്. That means he has kept our life in peace. മനുഷ്യൻ ഇന്ന് സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ജീവിക്കുകയാണ്. Today mankind is living without any peace or rest in his life. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു ജഡത്തിനും സമാധാനമില്ല. The Holy Bible mentions that there is no flesh that is in peace. യിരെമ്യാ പ്രവാചകൻ തന്റെ പ്രവചന ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത്. That's how prophet Jeremiah says in his prophecy, ഒരു ജഡത്തിനും സമാധാനമില്ല. that no flesh abideth in peace.
ഇന്ന് ലോകത്തിൽ മനുഷ്യൻ സമാധാനമില്ലാതെ നട്ടം തിരിയുകയാണ്. Today, mankind is wandering in this world without any peace. സമാധാനത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. The nations of the world are trying in order to bring in peace. നമുക്കറിയാം ലോകരാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് UNO നിലകൊള്ളുന്നത്. UNO is for the establishing of peace in this world. ന്യൂയോർക്കിലുള്ള 48-ാം നമ്പർ തെരുവിൽ On the 48th street in New York, 18 ഏക്കർ സ്ഥലത്ത് in a span of 18 acres, 39 നില കെട്ടിടം സ്ഥിതി ചെയ്യുന്നുണ്ട്. a building of 39 floors is situated. 165 അംഗരാജ്യങ്ങളുടെ പതാക അവിടെ തൂക്കിയിട്ടുണ്ട്. And the flags of 165 nations have been hoisted over there. എന്തിനാണത്? Why? മുഴുലോകത്തിന്റെയും സമാധാനത്തിന് വേണ്ടി UNO എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നു. UNO, the organization in order to establish peace in all the nations of the world, has been situated there. ഇനി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് In Hiroshima, in order to prevent the war again, അവിടെ ഒരു സമാധാന പാർക്കുണ്ട്. there is a park for peace. അതെ, 1-2 ലോകമഹായുദ്ധങ്ങൾ ലോകത്തിലുണ്ടായി. And there was the First World War and the Second World War. എന്നാൽ ഈ ലോകമഹായുദ്ധകാലത്ത് അനേകായിരങ്ങൾ മരിച്ചു. And many thousands of people died in this war. അണുബോംബുകൾ വർഷിക്കപ്പെട്ടു. And atom bombs were put in. ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു. Even the children who are born today over there are born with extra abilities. എന്നാൽ ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. But in Hiroshima, there has been a statue that is erected of a girl. സസാക്കി സഡാക്കോ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. And the girl's name is Sasaki Sadako. അവിടെ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷം നടത്തപ്പെട്ടപ്പോൾ ആ കുഞ്ഞിന് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. That child was only aged 2 when the Hiroshima Nagasaki atom bomb explosions happened. എന്നാൽ ഈ കുഞ്ഞിന് 12 വയസ്സുള്ളപ്പോൾ But when the child became 12 years aged, സ്കൂളിൽ ഇങ്ങനെ കായിക മത്സരം വെച്ചു. there was physical activities in school. എന്നാൽ ഈ കുട്ടി ഓട്ട മത്സരത്തിൽ ഉണ്ടായിരുന്നു. And she participated in the running competition. എന്നാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് കുഴഞ്ഞു വീണു. But as she was running, she fainted and fell down. കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. They took the child to the hospital. ഡോക്ടർമാർ പറഞ്ഞു വലിയ അർബുദ രോഗിയായി തീർന്നിരിക്കുകയാണ് ഈ കുഞ്ഞ്. The doctors diagnosed and found out that the child is afflicted with cancer. എന്തുകൊണ്ടത് സംഭവിച്ചു? And why did it happen? അണുബോംബിന്റെ വികിരണം ഉണ്ടായതാണ്. Because of the radiations by the atom bomb. എന്നാൽ ആ കുഞ്ഞ് 12 വയസ്സുള്ളപ്പോൾ തീരാ രോഗിയായി മാറി. By the age of 12, the child has become severely afflicted. എന്നാൽ അതിന് വലിയ ചികിത്സകളൊക്കെ ലഭിച്ചു. And she was given great treatments. എന്നാൽ അതിന് ദീർഘായുസ് കിട്ടാൻ വേണ്ടി And in order for having a long life, ജപ്പാൻകാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. there was a faith, a belief among the എന്ന് Japanese. പറഞ്ഞാൽ കൊക്ക് എന്ന് പറയുന്നത് ജപ്പാൻകാർ കണ്ടിരുന്നത് ദീർഘായുസിനെയാണ്. And the crane, they saw it as a symbol of long life. ഒരാൾ രോഗിയായി തീർന്നാൽ അവന് സൗഖ്യം കിട്ടുവാൻ, അവൻ ദീർഘായുസ് കിട്ടാൻ വേണ്ടി കൊക്കുകളെ ഉണ്ടാക്കും. And a person, if he is sick, in order to attain long life, they would send in a crane over there. സ്വർണ്ണ നിറത്തിലുള്ള പേപ്പർ കൊണ്ടാണ് കൊക്കുകളെ ഉണ്ടാക്കുന്നത്. They would make cranes of golden paper. എന്നാൽ ഈ കുഞ്ഞ് അത് മരണത്തോട് മല്ലടിക്കുകയാണ്. This child was battling with death. ജപ്പാൻകാരുടെ വിശ്വാസം അനുസരിച്ച് കൊക്കുകളെ ഉണ്ടാക്കിയാൽ 1000-ഓളം കൊക്കുകളെ ഉണ്ടാക്കിയാൽ ഈ കുഞ്ഞിന് ദീർഘായുസ് കിട്ടുമെന്ന് പറഞ്ഞു. According to the Japanese belief, if they make more than 1000 golden cranes and send it, the child would have a long life. ഈ കുഞ്ഞിന് സുഖമുള്ളപ്പോഴൊക്കെയും കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. The child started to make cranes whenever she was able to. മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് കൊക്കുകളെ ഉണ്ടാക്കി. Even the others also joined in order to make the crane. 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോൾ ഈ കുഞ്ഞ് മരണപ്പെട്ടുപോയി. By the time she made 644 cranes, the child died. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിൻകാലത്ത് ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമാധാന പാർക്കിൽ ഈ കുഞ്ഞിന്റെ പ്രതിമയും അതുപോലെ തന്നെ ഈ കൊക്കുകളെയും അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. That's why for the memorial of this child in that park situated in Hiroshima, they have erected the statue of the girl along with the cranes over there. ഇനിയും ലോകത്തിൽ ഒരു യുദ്ധം ഉണ്ടാകരുത്. There should no longer be a war in this world. ലോകത്തിൽ സമാധാനം നിലനിൽക്കണം. The peace should be established in the world. ഞങ്ങൾക്ക് യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. We do not need war, we need peace. ഇങ്ങനെ ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the nations of the world are trying to do so. സമാധാനത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നു.
The nations are trying in order to bring in peace. ചിലി, അർജന്റീന എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. There was a battle between Chile and Argentina. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ പോരടിച്ചുകൊണ്ടിരിക്കുക. And these two countries were fighting against each other. എന്നാൽ 1903 ഡിസംബർ 25-ാം തീയതി But in 1903, December 25th, അടുത്തുള്ള പള്ളിയിൽ അതേ യേശുക്രിസ്തുവിന്റെ ജന്മദിനം അടുത്ത തലേ രാത്രിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ള വാക്യം ശബ്ദത്തിൽ കേട്ടു. and on the Christmas Eve, they heard a voice in the nearby church saying, "Glory be to God in the highest and peace upon all men." അങ്ങനെ രണ്ട് രാജ്യത്തുമുള്ള പട്ടാളക്കാർ തമ്മിൽ തീരുമാനമെടുത്തു, ഇനി നമുക്കൊരു യുദ്ധം വേണ്ട. And then the armies of both the countries decided, we should not battle anymore. സമാധാനത്തിൽ ജീവിക്കണം. Let us live in peace. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. Glory be to God in the highest and peace be upon all the men. ഈ വാക്ക് രണ്ട് രാജ്യത്തിലുമുള്ള പടയാളികളുടെ ഹൃദയത്തിലേക്ക് കയറി വന്നു. These words entered into the hearts of the soldiers in the battlefield. അവർ തങ്ങളുടെ രാജ്യത്തുള്ള അധികാരസ്ഥന്മാരോട് അറിയിച്ചു. They informed their higher authorities about it. അവർ തമ്മിൽ സമാധാന കരാറിൽ ഒപ്പിട്ടു. And they made a peace treaty and signed it. ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധായുധങ്ങൾ ഉണ്ടായിരുന്നു. And they both had weapons. ഈ യുദ്ധായുധങ്ങളെല്ലാം കൂടെ ഉരുക്കിയെടുത്തിട്ട് They melted up all their weapons. ഈ ചിലി, അർജന്റീന എന്ന് പറയുന്ന രണ്ട് രാജ്യത്തിന്റെ മധ്യഭാഗത്ത് അവിടെ ഒരു കുരിശ് നാട്ടി. And the borders of Chile and Argentina, they made a cross over there by melting these weapons. അവരവിടെ എഴുതി വെച്ചു, And they wrote over there, അവൻ നമ്മുടെ സമാധാനം, and he is our peace. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി, He made the two sides അവൻ together. നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നു. He has bestowed peace. ലോക സമാധാനത്തിന് വേണ്ടി പല പ്രതിമകളും നിലനിൽപ്പുണ്ട്. There are many statues that have been erected in order to bring peace. എന്നാൽ ലോകത്തിൽ സമാധാനം മനുഷ്യന് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. Yet man cannot find peace. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? But what is the psalmist saying? അവൻ എന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. He hath delivered my soul and kept it in peace. നമ്മുടെ ദൈവം നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തു. Our Lord redeemed our soul. കാരണം മനുഷ്യന്റെ പ്രാണന്റെ വില വലുതാണ്. Because the value of a soul is priceless. സങ്കീർത്തനം 16-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആരെ കൊണ്ട് കഴിയോ? In Psalm 16 we do read, who can give the price of the soul of a man? അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. Because the redemption of a mankind is so precious. ഓ, മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതിനാൽ വിലയേറിയ ഒരുവൻ ഈ ലോകത്തിലേക്ക് വരണമായിരുന്നു. Because the redemption of the soul of a man is priceless, there was one who came into this world in order to do that. അങ്ങനെ വിലയേറിയവനായി നമ്മുടെ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു. And the precious Jesus came into this world in order to accomplish that mission. പിതാവിനോട് കൂടെ ഇരുന്നവൻ, The one who was seated with the ആ Father, ദാസരൂപം എടുത്ത് took on the form of a servant, താണലോകത്തിലേക്ക് വന്നു. came into this lowly world. എന്തിനാണ് വന്നത്? Why did he come? നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുവാൻ. That he may redeem our soul and put it in peace. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം 2000 years ago, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്കായി മരിച്ചു. Jesus Christ died at the cross of Calvary for us. അവന്റെ രക്തം നൽകി നമുക്ക് സമാധാനം നൽകി. He shed his blood and gave us peace. ആ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് സമാധാനമുണ്ട്. Those who abide in the blood of Jesus will have എങ്ങനെ perfect നമുക്ക് peace. സമാധാനം ലഭിക്കുന്നു? How do we attain that peace? ഓ, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. It is written in Romans. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, When we come to Romans chapter 5 and verse 1, ഓ, when we read, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. after you have been justified by faith, we have a peace with God. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് ഓ, സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് യേശുക്രിസ്തു മൂലം സമാധാനമുണ്ട്. After being justified by faith, we have a peace with God through our Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ കാൽവരിയിൽ വിശ്വസിക്കുന്നവന് സമാധാനം ലഭിക്കുകയാണ്. To those who trust the cross of Calvary of Jesus, they receive a peace. യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുന്നവന്
ആ സമാധാനം ഹൃദയത്തിൽ വരികയാണ്. Those who believe Jesus Christ as Lord in their heart and confess with their mouth to receive that peace in their heart. ഓ വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുന്നു. By faith they are accepting Jesus Christ in their heart. യേശുവിന്റെ രക്തം നമുക്ക് സമാധാനം നൽകുന്നു. And the blood of Jesus is bringing in peace. അടുത്തത് ഒരുവന് സമാധാനം ലഭിക്കണമെങ്കിൽ അവൻ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കണം. Nextly, in order to attain this peace, they have to obey the commandments of ഓ God. തിരുവചനം എന്താണ് പറയുന്നത്? What does the word of God say? യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, Prophet Isaiah is saying ഓ like എന്റെ what? കൽപ്പനകളെ കേട്ടനുസരിക്കുന്നുവെങ്കിൽ സമാധാനം നദി പോലെ ഒഴുകും. If you obey my commandments, then the peace shall flow like a river. എന്റെ കൽപ്പനകളെ കേട്ടനുസരിക്കുന്നെങ്കിൽ If you hear and obey my commandments, സമാധാനം നദി പോലെ ഒഴുകുകയാണ്. the peace would flow like a river. ഓ ദൈവിക സമാധാനം എങ്ങനെ ഉണ്ടാകുന്നു? How does this divine peace come in? ഓ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിനാൽ ലഭിക്കുകയാണ്. You receive it by obeying the commandments of God. വീണ്ടും എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? Again, what does the word of God നിന്റെ say? ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. To those who delight in thy commandments, they receive a great peace. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഹേതുമില്ല. There is no cause for them to fall. ഓ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിനാൽ ഒരുവന് ദൈവിക സമാധാനം ലഭിക്കുന്നു. To those who obey the commandments of God, they receive a divine peace. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് Those who are sanctified and cleansed by the blood of Jesus, ദൈവകൽപ്പന അനുസരിച്ച് those who obey the commandments of ദൈവത്തിന്റെ God, പ്രമാണങ്ങളെ പ്രിയപ്പെടുന്നവന് സമാധാനമുണ്ട്. those who delight in his commandments and doctrines, they receive a peace. അങ്ങനെ ദൈവിക സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുന്നവർ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. Hallelujah. അവൻ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് വിവരിക്കാം. I will declare what he has done for my soul. എന്താണ് പ്രാണന് വേണ്ടി ചെയ്തത്? What has he done for us? നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. He redeemed our soul and kept it in perfect peace. അടുത്തത് രണ്ടാമതായി എന്താണ് നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്? Nextly, what has he done for us? നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു. He delivered our soul from death. 56 സങ്കീർത്തനം 13 വാക്യം വായിക്കുമ്പോൾ Psalms 56 verse 13, when we read, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. മരണത്തിൽ നിന്ന് വിടുവിച്ചു. he has delivered our soul from death. നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് എന്താണ്? What has he done for us? നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. He has delivered our soul from death. നമ്മളെല്ലാരും പറയാറുണ്ട്, We all used to ഓ say, എന്റെ ദൈവം എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. my Lord has delivered my soul from death, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. my eyes from tears. പഴയ പിതാക്കന്മാരൊക്കെ എഴുന്നേറ്റ് സാക്ഷ്യം പറയാറുണ്ട്. Old fathers, they used to rise up and testify like അവർ what? ബൈബിൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അവർ പറയും, They would keep the Bible near the chest ഓ and എന്റെ say, ദൈവം കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു. the Lord kept my feet from falling in the former week. എല്ലാറ്റിനുപരി പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. And above all, he kept my soul from ഓ, death. പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. A deliverance of our soul ഓ, from death. അതാണ് ഏറ്റവും വലുത്. That is the greatest thing. എന്ന് പറഞ്ഞാൽ മരണം ഏതു സമയവും മനുഷ്യനെ കടന്നു പിടിക്കാം. That means that death can clutch on any man at any moment. എന്നാൽ ദൈവം നമ്മെ എല്ലാവരെയും വിടുവിച്ചതുവരെയും സൂക്ഷിച്ചു. But the Lord delivered us all and kept us this far. അടുത്തതാ പഠിക്കേണ്ടത്, Nextly, we have to say, എന്തിനാണ് വിടുവിച്ചത്? why did he deliver us? ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാൻ. That we may walk in the light of the living. ഇവിടെ വായിച്ചട്ട വാക്യം, Shall we read? ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ മതി. നിന്നും ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്. That we may walk in the light of the living. ദൈവം നമ്മളെ എന്തിനാ വിടുവിച്ചത്? Why did the Lord deliver us? ജീവന്റെ പ്രകാശത്തിൽ നടക്കാൻ. That we may walk in the light of the living. ജീവന്റെ പ്രകാശം ആരാണ്? Who is the light of the നമ്മുടെ living? കർത്താവാണ്. That is our Lord. നമ്മുടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനാണ് ദൈവം നമ്മെ വിടുവിച്ചത്. The Lord has delivered us that we may live along with ഈ him. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? Have you noticed the word? ഞാൻ നിന്റെ മുൻപാകെ I will ഓ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് walk before God in the light of the living. എന്നെ പ്രാണന്റെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. And for that you have delivered my soul from death. ജീവന്റെ പ്രകാശമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Jesus Christ is the light of the living. നമ്മുടെ കർത്താവിനെ അറിഞ്ഞ് നാം ജീവിക്കണം. And we have to live knowing our Lord. കർത്താവിനെ എപ്പോഴും മഹത്വപ്പെടുത്തണം. We have to give glory to God always. എന്താണ് കാരണം? What is the reason? നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചില്ലേ? Because he has delivered our soul from death, hasn't he? എത്രയോ മരണകരമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു.
ഉണ്ടായി. There were many perilous sicknesses. എത്രയോ അപകടങ്ങൾ ഉണ്ടായി. There were many disasters. അവിടെയെല്ലാം ദൈവം നമ്മെ വിടുവിച്ചില്ലേ? In all the circumstances has the Lord delivered ഓർത്ത് you. ദൈവത്തെ മഹത്വപ്പെടുത്തണം. Remembering that you have to give glory to ദൈവം God. ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. You have to think of the goodness that he has done. വിശുദ്ധ ബൈബിളിൽ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. There is a king mentioned in the Holy Bible. ഹിസ്കിയാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. His name is Hezekiah. അദ്ദേഹം രോഗിയായി തീർന്നു. He was a sick person. എന്നാൽ രോഗത്തിൽ ദൈവം തന്നെ വിടുവിച്ചു. And from that sickness the Lord delivered him. സൗഖ്യമാക്കി. And the Lord healed him. ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം The second book of Chronicles 32 അധ്യായത്തിന്റെ 32 24 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ verse 24 and 25 and we read. ആ കാലത്ത് ഹിസ്കിയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരമരളി ഒരടയാളവും കൊടുത്തു. അടുത്തത്, എന്നാൽ യെഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. ദൈവം ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. But he did not render again according to the benefit done ആ unto him. രാജാവിന് ദൈവം കൊടുത്തത് എന്താണ്? What did the Lord give unto him? സൗഖ്യം കൊടുത്തു. The Lord gave him a മരണത്തിൽ healing, നിന്ന് വിടുവിച്ചു. delivered from death. ദൈവം തന്നോട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക. The Lord asked him to make the things of his നീ household in order. മരിച്ചുപോ. You will die. എന്നാൽ മരണത്തിൽ നിന്ന് വിടുവിച്ചു തന്നെ. But the Lord delivered him from എന്നാൽ death. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കാതെ നിഗളിച്ചു നടന്നു. But his heart was lifted up and he did not remember the benefits of the പ്രിയ Lord. ദൈവമക്കളെ, Dear children of ദൈവം God, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു. the Lord has done numerous benefits in ഒരു our life. നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് For a moment shall we close our വലതുകരം eyes സ്വർഗ്ഗത്തേക്ക് ഉയർത്താം. and lift our right hands to the heaven. ഓ ദൈവം എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. Countless are the blessings that the Lord has done in our life. എത്രയോ ഉപകാരങ്ങൾ ചെയ്തു. Many goodness he has done. മരണത്തിൽ നിന്ന് വിടുവിച്ചു. Delivered your soul from death. മരണദൂതൻ അരിയുവാൻ അരികിൽ നിന്നു. The angel of death came in order to slay. ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതും കണ്ടു നിന്നു. But the Lord saw you crying in the നമുക്ക് darkness. വേണ്ടിയിരുന്ന ഒരു അരിമനാഥനുണ്ട്. There was our beloved who was there for us. ദൈവം നമ്മെ വിടുവിച്ചത് എന്തിനാണ്? Why did he deliver your ഓ soul? ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാൻ. That you may walk in the light of the living. നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. With the gratitude, let us give glory to നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. Let us praise our Lord. ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാൻ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. He delivered your soul that you may walk in the light of the ഓ living. ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാൻ കഴിയുന്നുണ്ടോ? Are you able to walk in the light of the living? യേശുവിനോട് ചേർന്ന് വസിക്കുവാൻ കഴിയുന്നുണ്ടോ? Are you able to abide with Christ and നമ്മുടെ live? ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. Let us examine our നമ്മുടെ lives. കണ്ണുകൾ സ്വർഗ്ഗത്തേക്ക് ഉയർത്താം. Let us lift our eyes to the നമ്മുടെ heaven. കണ്ണുകൾ ഉയരത്തിലായിരിക്കട്ടെ. Let our eyes be fixed നമ്മുടെ above. കരം ഉയരത്തിലായിരിക്കട്ടെ. Let our hands be lifted up. ഓ എന്റെ കർത്താവേ, Oh നീ Lord, ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് പറയാം. let us say thank you for all the goodness that നീ you have ചെയ്ത done. സകല ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് പറയാം. Let us say thank you for all the goodness you have done, O Lord. പോളികാർപ്പ് എന്ന് പറയുന്ന ദൈവഭക്തൻ Polycarp, a devout man, അഗ്നിയിലേക്ക് തള്ളിയിടുമ്പോൾ when cast in the fire, മറ്റുള്ളവർ പറഞ്ഞു നീ യേശുവിനെ തള്ളിപ്പറ. the others said, you despise Jesus. അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെ യേശുവിനെ തള്ളിപ്പറയും? He said, how can I despise ഈ Jesus? പോളികാർപ്പ് എന്ന് പറയുന്ന ദൈവഭക്തൻ പറയുകയാണ്, This devout man, Polycarp, is saying, കഴിഞ്ഞ 84 വർഷം എന്റെ യേശു എനിക്ക് നല്ലവനായിരുന്നു. for the last 84 years, my Lord was ഞാൻ good to എന്റെ me. യേശുവിനെ എങ്ങനെ തള്ളിപ്പറയൂ? How can I despise my അവൻ ചെയ്ത Lord? നന്മകളെ ഓർത്താൽ എങ്ങനെ തള്ളിപ്പറയൂ? How can I despise my Lord thinking of all the goodness he has ഓ done? എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഞാൻ ഓർക്കുന്നെന്ന് പറയാം. Let us say, I remember the goodness that the Lord has done in my life. ഓ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദി കൊടുക്കാം. Let us give glory to God for all the goodness he has done. സ്തോത്രം പരനെ നിനക്ക് സ്തുതി, ത്രിയേകനാഥാ നിനക്ക് സ്തുതി. കരമടിച്ചൊന്ന് പാടിയാട്ടെ. പരനെ നിനക്ക് സ്തുതി, ത്രിയേകനാഥാ നിനക്ക് സ്തുതി. ഓ നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആമേൻ. മഹത്വത്തിൻ പ്രഭുവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. മഹത്വത്തിൻ പ്രഭുവേ നിനക്ക് സ്തുതി. ഓ നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ഓ മഹത്വത്തിൻ പ്രഭുവേ നിനക്ക് സ്തുതി. ഓ നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. മഹത്വത്തിൻ പ്രഭുവേ നിനക്ക് സ്തുതി, ഓ നിനക്ക് സ്തുതി, സ്തുതി നിനക്ക്. ഹല്ലേലൂയ. ഈ
സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ. All ye devout men, come and hear. അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. I will declare what he has done for my soul. എന്താണ് നമ്മുടെ ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്? What did our God do for our soul? ഒന്ന്, നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. One, he delivered our soul and kept it in peace. പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. Two, he delivered our soul from death. മൂന്നാമതായി നമ്മുടെ പ്രാണന് തണുപ്പ് നൽകി. Thirdly, he gave our soul a rest. 23-ാം സങ്കീർത്തനം 3-ാം വാക്യം. Psalms 23 verse 3. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. He comforteth my soul. ഓ, നമ്മുടെ പ്രാണന് ദൈവം തണുപ്പ് നൽകി. And he is restoring and comforting our soul. ഓ, ആർക്കാണ് ഈ തണുപ്പ് കിട്ടുന്നത്? Who receives this? ദാഹിക്കുന്നവനാണ് തണുപ്പ് ലഭിക്കുന്നത്. To those who are thirsty, they receive this ഓ, restoration. അങ്ങനെയാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. That's how we read in the scripture. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ, When we come to the book of Jeremiah, chapter 31, verse 25. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും. മതി, ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും. For I have satiated the weary soul. ഓ, തണുപ്പ് എന്ന് പറയുമ്പോൾ അത് ആരാണ് തരുന്നത്? Who gives a satiation or a replenishment? അത് ദൈവം തരുന്നതാണ്. It is given by God. ഓ, ദാഹിച്ചിരിക്കുന്നവന് തണുപ്പ് ലഭിക്കും. And I have replenished every sorrowful soul. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. There is a word in the book of Lamentations. 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, Chapter 1 verse 16, when we എന്റെ read, പ്രാണനെ, ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുവാൻ ആശ്വാസപ്രദനില്ല. there is no comforter that should relieve my soul. എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. ഓ, എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടതിന് ആശ്വാസപ്രദൻ എന്നെ വിട്ട് അകന്നിരിക്കുന്നു. Because the comforter that should relieve my soul is far from me. ആശ്വാസപ്രദൻ എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്ക് പാരോക്ലീറ്റസ് എന്നാണ്. The Greek word for comforter is പാരോക്ലീറ്റസ്. Paracletus. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard that word ever? പാരോക്ലീറ്റസ് Paracletus. ഗ്രീക്ക് വാക്കാണ്. The Greek term, എന്ന് പറഞ്ഞാൽ ആശ്വാസപ്രദൻ പരിശുദ്ധാത്മാവ്. which means comforter, the Holy Ghost. നിത്യതയിൽ വിശ്രമിക്കുന്ന നമ്മുടെ പാസ്റ്റർ PS മാത്യു ചാൻ പ്രസംഗവേളയിൽ പറയുന്ന വാക്കാണിത്. Pastor P.S. Matthew, who is in eternal abode, has said in his sermon often like this. പരിശുദ്ധാത്മാവ് ഒരു പാരോക്ലീറ്റസ് ആണ്. Our Holy Ghost is a Paracletus. അദ്ദേഹം എപ്പോഴും പറയും. He used to say that often. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? Have you heard it? ചിലരിതൊന്നും കേൾക്കത്തില്ല. Some hasn't even heard. പരിശുദ്ധാത്മാവിനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, ആശ്വാസപ്രദൻ. It is about the Holy Ghost. It is written the comforter. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിച്ചത്, In the book of Lamentations chapter 1 verse 16 we ഓ, read, ഞങ്ങളുടെ പ്രാണനെ ആശ്വാസം നൽകുവാൻ ആശ്വാസപ്രദൻ അകന്നുപോയിരിക്കുന്നു. because the comforter that should relieve my soul is എന്നാൽ far from me. പരിശുദ്ധാത്മാവ് പറയുന്നു, ദാഹിക്കുന്നെങ്കിൽ നിനക്ക് ആ തണുപ്പ് ലഭിക്കൂ. But the Holy Ghost is saying, if you thirst, you shall receive that നമ്മുടെ replenishment. ജീവിതത്തിൽ ആത്മീക ദാഹം വേണം. We need a spiritual thirst എന്താണ് in our life. ദാഹം എന്ന് പറയുമ്പോൾ? What does it mean to thirst? 3 വിധത്തിലുള്ള ദാഹം നമുക്ക് ആവശ്യമാണ്. We need 3 kinds of thirst in our life. ഒന്ന്, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. 1, we should thirst for the Holy Ghost. 2, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹിക്കണം. 2, we should thirst for holy 3, life. ജയകരമായ ജീവിതം നയിപ്പാൻ ദാഹിക്കണം. 3, we should be a thirst for victorious 1, life. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. 1, for the Holy Ghost we should thirst. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ വരട്ടെ, Jesus said, those who thirst, come. ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ. Those who desire may drink freely. അപ്പൊ യേശു പറഞ്ഞത് അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. So Jesus was mentioning about Holy Ghost over there. ദാഹിക്കുന്നവൻ വരട്ടെ Those who thirst, come. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം. That means a thirst for the Holy Ghost. എപ്പോഴാണ് യേശു പറഞ്ഞത്? When did Jesus say that? ഉത്സവത്തിന്റെ അവസാന ദിവസം, On the last day of the feast.
യഹൂദന്മാരുടെ പെരുന്നാളിന്റെ അവസാന ദിവസം യേശു പറയുകയാണ്, On the last day of the feast of the Jews, Jesus was saying, ദാഹിക്കുന്നവൻ വരട്ടെ. those who thirst, come. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, On the great and the final day of the feast. അപ്പോൾ യഹൂദന്മാരുടെ ഉത്സവം തീരാൻ പോവുക. So the feast is about to end. എന്നാൽ ശീലോഹാം എന്ന് പറയുന്ന കുളത്തിൽ പോയി ഒരു കുടം വെള്ളം കൊണ്ടുവരും. But there is one who takes a pot of water from the lake of Siloam. ആ വെള്ളം, ഈ കുടത്തിലെ വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കും ഓരോരുത്തർക്ക്. And he's pouring out that water to everyone who desires. അവിടെ ഭയങ്കര തിരക്കാണ്. And there's a great cure there. കുടത്തിലെ വെള്ളം കുടിക്കാൻ ആളിങ്ങനെ തിങ്ങി 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 നിൽക്കുക. And people are hesitating in order to drink from that lake. ഈ തിക്കും തിരക്കും യേശു കണ്ടിട്ട് പറയുകയാണ്, Seeing this crowd, Jesus is saying, ദാഹിക്കുന്നവൻ ഇങ്ങോട്ട് വരട്ടെ. those who thirst, come unto me. ഓ, പാരമ്പര്യത്തിലല്ല എന്ന് യേശു പറയുക. He's saying, not in the traditions. ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ. Those who desire, come and drink അതാണ് freely. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം. The thirst for the Holy Ghost. അടുത്തത് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ദാഹം. Nextly, the thirst for leading a holy യേശു life. ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു. Jesus said to the Samaritan women, എന്താ പറഞ്ഞതെന്നറിയാമോ? you know what he said? യേശുവിനെ കുറിച്ച് വലിയൊരു വെളിപ്പാട് അവർക്ക് ലഭിച്ചു. They received a great revelation about Jesus. അവൾ പറഞ്ഞു യേശു യഹൂദനാണെന്ന് പറഞ്ഞു. She said Jesus is a അടുത്ത് Jew. പറഞ്ഞു അവൻ യജമാനനാണെന്ന് പറഞ്ഞു. Then he said he's a master. അടുത്ത അവൾ പറഞ്ഞു നീ ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞു. Then she said he is a prophet. അടുത്ത് പറഞ്ഞു ഇല്ല, നീ മശിഹായാണ്. At the end she says he is the ഈ Messiah. ശമരിയക്കാരി സ്ത്രീക്ക് യേശുവിനെ കുറിച്ച് ലഭിച്ച അറിവ് കണ്ടോ? Have you seen the knowledge of the Samaritan woman? ശമരിയക്കാരി സ്ത്രീ യേശുവിനെ കുറിച്ച് പറയുകയാണ്. The Samaritan woman is saying about Jesus. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ When we read the Gospel of John chapter അവിടെ 4, പറഞ്ഞിരിക്കുകയാണ്, it is written there, അതെ നീ ഒരു യഹൂദനാണ്. you are a Jew. നീ യഹൂദനായിട്ട് ഇരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണ്? ഈ ശമരിയക്കാരിയോട്. As being a Jew, why are you asking water unto me, a Samaritan? അടുത്തത് പറയുന്നു നീ ഒരു പ്രവാചകനാണ്. Nextly she says you're a prophet. എന്റെ കാര്യങ്ങളെല്ലാം നീ തുറന്നു പറയുന്നല്ലോ. You have said everything pertaining my life. അടുത്ത് പറയുന്നു ഇല്ല, യജമാനനെ എന്ന് വിളിക്കുകയാണ്. Nextly she is calling him യജമാനനെ master. എനിക്ക് കോരുവാൻ പാത്രങ്ങളില്ല. Master, I do not have enough pots to draw water. അവസാനം അവൾ പറയുന്നത് എന്താണ്? At the end, what is she saying? ഓ മശിഹ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മശിഹ. She is calling him a ഓ Messiah. മശിഹ എന്ന് പറഞ്ഞിരിക്കുക. She is calling him എന്താണ് Messiah. മശിഹ എന്ന് പറയുന്നത്? And what is Messiah? ഓ അഭിഷിക്തനാണ്. And Messiah means the anointed നമ്മുടെ one. യേശു അഭിഷിക്തനാണ്. Messiah, Jesus is the anointed നമ്മുടെ one. യേശുവിനെ കുറിച്ചൊരു അറിവ് വേണം. We need a knowledge about Jesus. നമ്മുടെ യേശു ആരാണ്? And who is our Jesus? അവൻ അഭിഷിക്തനാണ്. And he is anointed പറഞ്ഞാൽ one. യേശുവിനെ കുറിച്ച് നല്ലൊരു അറിവ് ലഭിക്കണം. And we have to have a great knowledge about Jesus. വിശുദ്ധ ജീവിതത്തെ കുറിച്ചൊരു ദാഹം നമുക്ക് ആവശ്യമാണ്. We need a thirst for a holy life. ഓ വിശുദ്ധ ജീവിതത്തെ കുറിച്ചൊരു ദാഹം. And we need a thirst for a holy life. ആഴത്തിൽ നിന്നുള്ള വെള്ളം കോരി കുടിക്കുകയാണ്. They are drawing the water from the deep ഓ well. അങ്ങനെ ഒരു ദാഹം നമുക്ക് ആവശ്യം. And we need such a kind of a thirst. അടുത്ത വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് വായിക്കുന്നത്? What do we read in the book of Revelation? വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു ജയിക്കുന്നവന്. And in the book of Revelation we read the ദാഹിക്കുന്നവൻ overcomer. വരട്ടെ. Those who thirst come. വായിക്കാമോ വാക്യം? Shall we read? ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. Those who thirst come. ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ. And those who desire come and drink freely. അവിടുത്തെ ദാഹം എന്താ പറയുന്നത്? And which thirst is they saying about? അത് വെളിപ്പാട് പുസ്തകം ജയിക്കുന്നവന്. And this thirst is about the വെളിപ്പാട് overcomer. പുസ്തകം 22-ാം അധ്യായം വായിച്ചു നോക്കുവീൻ. Have you read the book of Revelation chapter 22? ജയിക്കുന്നവന് ജയിക്കുന്നവന്. The one that overcomes. അപ്പൊ ജയകരമായ ജീവിതത്തിന് വേണ്ടി ദാഹിക്കണം. We have to thirst for a victorious life. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ളത്. That's why we sing. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാം. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി
സകലം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നു. അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നു. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആശ്വാസം തണുപ്പാരാ തരുന്നത്? So who is giving the true relief? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുകയാണ്. The Holy Ghost gives us that നമ്മുടെ relief. പ്രാണന് തണുപ്പ് തരുന്നു. He gives a relief to our soul. നാം നിരാശപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസപ്രദനായി നമ്മോട് കൂടെയുണ്ട്. When we are burdened, when we are sorrowful, when we are worried, the Holy Ghost is as a comforter and relieving us. സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. Come and hear all thee that fear God, and I will declare what he hath done for my soul. എന്താണ് നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്? What has he done for our soul? 63 സങ്കീർത്തനം 6 വാക്യം വായിക്കുമ്പോൾ, When we read Psalm 63 verse 6, എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി വരുന്നു. when I remember thee, my soul shall be satisfied with marrow and fatness. ഓ, നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സും നൽകി തൃപ്തി നൽകുകയാ. Our soul is being satisfied with marrow and fatness. കഴിഞ്ഞ നാളുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തി. In our former days and the walks of our faith, the Lord kept us without being fainter. നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി നൽകുന്നു. And he is satisfying our soul with the marrow and ഈ fatness. പ്രാണന് മജ്ജയും മേധസ്സും ഉണ്ടാകണമെങ്കിൽ എന്തോ ചെയ്യണം? And in order for our soul to have a marrow and fatness, what we should ധ്യാനിക്കണം. do? We have to meditate. എന്താണ് നമ്മുടെ ധ്യാനം? What is our meditation? വചനത്തിൽ വായിക്കുന്നു, We do read in the scriptures. 49 സങ്കീർത്തനം 3 വാക്യം വായിക്കുമ്പോൾ, Psalms 49 verse 3, when we ഓ, read, നിന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകമായിരിക്കട്ടെ. let the meditation of my heart be understanding. എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഹൃദയത്തിലെ ധ്യാനം വിവേകമായിരിക്കും. The meditation of my heart shall be of understanding. ഓ, നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം എന്തായിരിക്കണം? What should be the meditation of our heart? വിവേകമായിരിക്കണം. It should be understanding. എന്താണ് വിവേകം എന്ന് പറഞ്ഞാൽ? What does the understanding mean? ദോഷം വിട്ടകന്ന് നടക്കുന്നതത്രേ വിവേകം. Understanding means to stay away from all evil. ഓ, നമ്മൾ ധ്യാനിക്കേണ്ടത് അതാണ്. And that is what we have to meditate. അടുത്തത് നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം എന്തായിരിക്കണം? Nextly, what should be the meditation of our അത് heart? തിരുവചനമായിരിക്കണം. It should be the word of God. 119 സങ്കീർത്തനം Psalms 119 148 വാക്യം വായിക്കുമ്പോൾ, verse 148, when we read, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവചനം ധ്യാനിക്കണം. we have to meditate the word of God. ഓ, ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കണം. We have to meditate the words of ഓ, God. പ്രാണനും മജ്ജയും മേധസ്സും നൽകും. And it will give a marrow and a fatness to our body. അടുത്തത് നാം ക്രൂശിനെ ധ്യാനിക്കണം. Nextly, we have to meditate on the cross. എബ്രായ ലേഖനം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we come to Hebrews chapter 12, 12 അധ്യായത്തിന്റെ 3 വാക്യം, verse 3, when we read, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. you have to consider him that endured such a contradiction. ഹല്ലേലൂയ. Hallelujah. വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. You have to meditate about the one who endured such a contradiction. നമുക്കെല്ലാം വേണ്ടി വിരോധം സഹിച്ച ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. Jesus Christ was the one who endured all the contradictions for all of us. ലോകത്തിൽ ആരെയും തന്നെ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. We cannot see anyone who is equal to him. നമ്മുടെ യേശുവാണ് നമ്മുടെ മാതൃക. Jesus is our ആ example. യേശു നമുക്ക് വേണ്ടി വിരോധം സഹിച്ചു. And Jesus suffered contradiction for us. യേശുവിനെ അനുഗമിക്കണം. That's why we have to follow Jesus. യേശുവിനെ മാതൃകയാക്കണം. We have to make Jesus as an example. ഓ, ഡോക്ടർ രാധാകൃഷ്ണൻ അതേ മെറീന ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. Dr. Radhakrishnan was walking on the beach of Marina. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. A youngster came to him and ഓ, said, അദ്ദേഹം വന്ന് പറയുകയാണ്, and he said, സാറേ, Sir, ഞാൻ ഒരാളെ മാതൃകയാക്കുവാൻ ആഗ്രഹിക്കുന്നു. I would like to make someone as a role model. ആരെയായിരിക്കണം?
whom should I make it? അപ്പൊ അദ്ദേഹം പറഞ്ഞു, So he replied, അത് താങ്കൾ ഒരുവരെ മാതൃകയാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ if you desire to make anyone as a role അത് model, ശ്രീ യേശു ആയിരിക്കട്ടെ. let it be honorable Jesus. അന്ന് മുതൽ ആ ചെറുപ്പക്കാരൻ ആ യേശുവിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. From that day onwards, the youngster started to know about Jesus. അദ്ദേഹം വിശുദ്ധ ബൈബിൾ വായിക്കാൻ തുടങ്ങി. He started to read the Holy Bible. പിൻകാലത്ത് താനൊരു സുവിശേഷകനായി മാറി. Later, he became an evangelist. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി തീർന്നു. He became a well-renowned evangelist. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സുധാകരൻ എന്നായിരുന്നു. His name was Dr. Sudhakaran. കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി വിരോധം സഹിച്ച് നമുക്ക് മാതൃകയായി തീർന്നിരിക്കുന്നത്. It was Jesus Christ who endured such a contradiction and became an example for us. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃകയായി തീർന്നു. Jesus became an example for us. അതുകൊണ്ട് വിരോധം സഹിച്ചവനെ നാം ധ്യാനിക്കണം. Therefore, we have to meditate. നമ്മുടെ ധ്യാനം എന്തായിരിക്കണം? So, what should be our നമ്മുടെ meditation? യേശുവിനെ നാം ധ്യാനിക്കണം. We have to meditate Jesus. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നാം നോക്കണം. We have to look under the cross of Calvary, അപ്പോൾ Jesus. നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും ലഭിക്കുന്നു. And then our hearts will be filled with joy and glory. പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി വരുന്നു. And our soul shall be satisfied with പല marrow and fat. കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ, When we are burdened about very things, പലതിനെ ഓർത്ത് നിരാശപ്പെടുമ്പോൾ, when we are disappointed about many പലതിനെ things, ഓർത്ത് ദുഃഖിക്കുമ്പോൾ, when we are sorrowful about many things, കഷ്ടതയാൽ ഭാരപ്പെടുമ്പോൾ, when we are afflicted, വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിക്കണം. we have to meditate about Jesus who endured ധ്യാനിച്ചാൽ contradiction. എന്താണ് ലഭിക്കുന്നത്? What do we നമ്മുടെ receive? പ്രാണന്റെ ക്ഷീണമെല്ലാം മാറിപ്പോകും. All the weariness of our soul will be taken off. മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി വരും. Our soul shall be satisfied with കരമുയർത്തി ഒരു marrow. ഹല്ലേലൂയ മുഴക്കിയാട്ടെ. Hallelujah. എല്ലാറ്റിനും ഉപരി Above all, അവൻ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് എന്താണ്? what has he done for us? 121 സങ്കീർത്തനം Psalms 121, അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, verse 7, when we read, യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. he shall preserve thy soul. 121 സങ്കീർത്തനം എന്ന് പറയുന്നത് Psalms 121, ഒരു പടയാളിയുടെ കീർത്തനം എന്നാണ് അത് വേദപണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. biblical scholars refer to it as the Psalm of the warrior. പടയാളിയുടെ കീർത്തനം, സഞ്ചാരിയുടെ കീർത്തനം. The Psalm of the warrior, the Psalm of the traveler. നമ്മളെല്ലാം സിയോൻ സഞ്ചാരികളാണ്. We all are pilgrimers. മാത്രമല്ല നമ്മളെല്ലാം പടയാളികളാണ്. And we all are warriors too. നമ്മുടെ പാട്ടാണ് ഈ 121 സങ്കീർത്തനം. It is our song, Psalms എന്താണ് ആ 121. പാട്ട്? What is that song? ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്റെ പ്രാണനെ പരിപാലിക്കൂ. That the Lord shall preserve thy soul from all evil. നമ്മളെല്ലാം യാത്രക്കാരാണ്. We all are travelers. and നമ്മളെല്ലാം pilgrims. സഞ്ചാരികളാണ്. We all are traveling. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We are sojourning. നമ്മളെല്ലാം പടയാളികളാണ്. We all are നമ്മുടെ warriors. കീർത്തനം എന്താണ്? What is our psalm? യഹോവ എന്റെ പരിപാലകൻ. That the Lord is my keeper. യഹോവ എന്റെ പരിപാലകൻ. The Lord is my ഒരു keeper. ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കൂ. He preserves me from all ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കൂ. He preserves me from all അവൻ എന്റെ പ്രാണനെ പരിപാലിക്കൂ. and he will keep my soul. പ്രാണനെ പരിപാലിക്കൂ. He preserves my കഴിഞ്ഞ soul. നാളുകൾ നമ്മുടെ പ്രാണനെ പരിപാലിച്ചു. He preserved us all in the former days. ആരെയാണ് ദൈവം പരിപാലിക്കുന്നത്? Whom does he preserve? യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരും പരിപാലിക്കുന്നു. The Lord preserves the one who loves him. ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് ദൈവം പരിപാലിക്കുന്നത്. So the Lord preserves the one who loves him. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അവൻ പരിപാലിക്കുന്നു. The Lord keeps and preserves the one who loves ദൈവത്തെ him. നാം സ്നേഹിക്കണം. We have to love our God. ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? How can we love our God? യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, When we read the 1 John chapter 5 verse 3, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. the love of God is the one who obeys his commandments. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണം. We have to observe the commandments of അവരെയാണ് the Lord, ദൈവം അതെ പരിപാലിക്കുന്നത്. and them will the Lord preserve. 37-ാം സങ്കീർത്തനം 28-ാം വാക്യം വായിക്കുമ്പോൾ, When we read Psalms 37 verse 28, ദൈവത്തിന്റെ വിശുദ്ധന്മാർ പരിപാലിക്കപ്പെടുന്നുവെന്ന് കാണാൻ കഴിയുന്നു. we can see the saints of the Lord are being protected over there. ദൈവത്തിന്റെ വിശുദ്ധന്മാർ പരിപാലിക്കപ്പെടുന്നു. The saints of the Lord are preserved by അടുത്തത് God. പറയുന്നു, എളിയവരെ അവൻ പരിപാലിക്കുന്നു. Again it is saying he preserves the humble.
72 സങ്കീർത്തനം 2 വാക്യത്തിലുണ്ട്. It is written in Psalm 72 verse 2. 146 സങ്കീർത്തനം 9 വാക്യം വായിക്കുമ്പോൾ When we read Psalms 146 and verse 9, അവൻ പരദേശികളെ പരിപാലിക്കുന്നു. He preserveth the strangers. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. ഓ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കൂ. The Lord shall preserve thee from all evil. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. The Lord preserve the sojourners. ഈ ഭൂമിയിൽ അധികം സമയം നമുക്കില്ല. We do not have much time ഈ in this world. ഭൂമി വിട്ട് പോകേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. The times are nigh that we have ഈ to depart ഭൂമിയിൽ from this നമുക്ക് world. പാദങ്ങൾ ഉറപ്പിക്കുവാൻ സമയമില്ല. We do not have time to keep our feet. ഇതോളം നമ്മുടെ ദൈവം നമ്മെ പരിപാലിച്ചു. But till this day the Lord has kept us. സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. Come and hear all ye that fear God, and I shall declare the goodness that he has done for my soul. ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ നിന്നെ പരിപാലിക്കും. He shall preserve you from all കഴിഞ്ഞ evil. നാളുകൾ നിന്റെ ദൈവം നിന്നെ പരിപാലിച്ചില്ലേ? Hasn't the Lord kept you in your former days? ദൈവദിനത്തിന്റെ മുൻപാകെ താഴ്ത്തി കൊടുക്കാം. Let us humble before this word of നമുക്ക് നമ്മുടെ God. കണ്ണുകളെ അടയ്ക്കാം. Let's close our eyes. ദൈവദിനത്തിന്റെ മുൻപാകെ നമ്മെ സമർപ്പിക്കാം. Let us surrender before the നമ്മുടെ word of God. പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. He has restored our soul and kept it in ഓ, peace. നമ്മുടെ പ്രാണന് തണുപ്പ് നൽകി. He has relieved ഓ, our soul. നമ്മുടെ രോഗശയ്യയിൽ നമ്മെ താങ്ങി സൗഖ്യം തന്നു. And he carried us in our sickness and he gave us മരണത്തിൽ നിന്ന് വിടുവിച്ചു. He delivered us all from നമ്മെ അവൻ death. പരിപാലിക്കുന്നു. He is preserving us. പ്രാണനും അജ്ജയും മേധസ്സും നൽകുന്നു. He is satisfying us all with നന്ദിയോടെ valor. കർത്താവിനെ സ്തുതിക്കാം. Let us praise our കേൾക്കപ്പെട്ട God. വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. Let it be a blessing ഒരു to our നിമിഷം life. വലതുകരം സ്വർഗത്തേക്ക് ഉയർത്താം. Let us lift our right hand to the heaven സ്വർഗത്തേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. and let us pray unto our ഓ, God. എന്റെ കർത്താവേ, Oh my നീ എന്റെ Lord, പ്രാണനെ പരിപാലിച്ചല്ലോ. thou hast preserved my എന്നെ soul. മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ. You delivered me from death. സമാധാനം തന്നല്ലോ. You gave me peace. കഴിഞ്ഞ നാളുകളിൽ സമാധാനം തന്നല്ലോ. The former days you gave me കഴിഞ്ഞ peace. നാളുകളിൽ സമാധാനം നൽകി സഹായിച്ചല്ലോ. You helped me by giving peace in my കഴിഞ്ഞ life. നാളുകളിൽ എന്നെ പരിപാലിച്ചല്ലോ. You kept me in the former days. കഴിഞ്ഞ നാളുകളിൽ എന്റെ ദൈവമേ നീ എന്നെ നടത്തിയല്ലോ. Oh Lord, in the former days you led ഓ, me. ഇനി നീ എന്നെ നടത്തുവാൻ ശക്തനാണ്. Even you're able to lead me through. ഹൃദയം തുറന്ന് പറയുന്നു, When you open your heart and പ്രാണന് വേണ്ടി ചെയ്തത് ഓർക്കാം. let us remember the goodness that the Lord has done. ആത്മാവും പ്രാണനും അടങ്ങിയ ആത്മീയ മനുഷ്യൻ ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. The spiritual man which comprises the spirit and the soul is ഓ, precious in the ആ sight of വിലയേറിയ God. അനുഭവത്തെ നമുക്ക് ഓർക്കാം. Let us remember that കർത്താവിന് experience. നന്ദി കൊടുക്കാം. Let us give glory to സ്തോത്ര God. സ്തുതികൾ ഉയരട്ടെ. Let us lift the praises and ദൈവത്തിന് മഹത്വം thanksgiving. കൊടുക്കാം. Let us give glory to God. ഹല്ലേലൂയ. ധീരാബല ഖഡബല കതിലബല ബല ബല ഖലബല ബല ബല. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക. Let every tongue praise God. അതരങ്ങൾ ചലിക്കാത്ത ഒരു വ്യക്തി പോലും ഇവിടെ കാണരുത്. There should not be a man whose mouth is not നമ്മുടെ moving. ജീവിതത്തിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. Holy Spirit has revealed the experience of your life. നമ്മുടെ ജീവിതത്തെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തട്ടെ. Let the Lord establish your life. കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. Let the Lord strengthen you. ഓ, പുതുബലം നമുക്ക് ധരിക്കാം. Let us be adorned with a new strength. ശക്തരായി തീരാം. Let us be powerful. പേയിൻ കോട്ടയെ തകർക്കാം. Pull off the പുതുബലം ധരിക്കുവീൻ. Let us be filled with ശക്തരാകുവീൻ. Be strengthened. പേയിൻ കോട്ടയെ തകർക്കുവീൻ. Let us pull down the fortress of the enemy.